വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് LDC എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ടെൻഷനില്ലാതെ എക്സാം എഴുതുക നമ്മളൊരു ഭാവിയുടെ കാര്യമാണ്. നിങ്ങളത് മനസ്സിൽ വിചാരിച്ച് നെഗറ്റീവുകളൊക്കെ മാക്സിമം ഒഴിവാക്കി നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാതിരിക്കുക. 2 പ്രാവശ്യം ആലോചിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് അതിന് ആൻസർ എഴുതാൻ പറ്റുന്ന തീരെ ഉറപ്പില്ലെങ്കിൽ ഒരു 80% ഒരു 90% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ആ എക്സാം ഹാളിൽ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എത്രത്തോളം ടെൻഷനായിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എക്സാം ഹാളിൽ കൃത്യസമയത്ത് തന്നെ എത്തുക. പലർക്കും കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അതിന് മുന്നേ തന്നെ ആ എക്സാം സെൻറ്ററിൽ എത്തുകയും പിന്നെ കൃത്യസമയത്ത് എക്സാം ഹാളിലേക്ക് എത്തുകയും ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് എന്നീ കാര്യങ്ങളും പിന്നെ ഹോൾ ടിക്കറ്റ് പിന്നെ എന്നീ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇന്ന് എക്സാം എഴുതുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ ഭാവിയുടെ കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പോവുക. നന്നായി പഠിച്ചവർക്കും പിന്നെ ശരാശരി പഠിച്ചവർക്കും തീരെ പഠിക്കാത്തവർക്കും ഇതൊരു നല്ല എക്സാമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വരുന്നത്, ഇതിൻ്റെ ആൻസർ കീ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ എത്തുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക എന്നുള്ളതാണ്. മാത്സിലൊക്കെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, സയൻസിലും നമുക്ക് മാക്സിമം സ്കോർ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആൻസർ ചെയ്യുക, പറ്റാത്തതാണെങ്കിൽ ഒഴിവാക്കുക. ഇത് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.